ത്യാഗത്തിന്റെയും പരീക്ഷണത്തിന്റെയും ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ബലിപെരുന്നാൾ. ആത്മസമർപ്പണത്തിന്റെ ആഘോഷം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബലിപെരുന്നാളിന്റെ ചരിത്രം പറയുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ഒരുപാട് വർഷങ്ങൾ മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ വിഷമിച്ച അദ്ദേഹത്തിന് വയസ്സുകാലത്ത് അല്ലാഹു വരദാനമെന്നോണം ഒരു മകനെ നൽകി. ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനെ ഇസ്മായിൽ എന്ന നാമകരണം ചെയ്തു. ഭാര്യ ഹാജറയിൽ ജനിച്ച മകൻ ഇസ്മായിലിനെ ജീവനേക്കാളുപരി ഇബ്രാഹിം സ്നേഹിച്ചു. വർഷങ്ങൾ പലതും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 7 വയസ്സായി. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിദ്രയിൽ ലയിച്ചിരിക്കുകയാണ്. തദവസരം ഒരു ദൂതൻ അദ്ദേഹത്തിനരികെ വന്ന് മകൻ ഇസ്മായിലിനെ ബലി കഴിക്കാൻ അല്ലാഹു കൽപ്പനയുണ്ടെന്ന് അറിയിച്ചു. ബലി കഴിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപുത്രനായ ഇസ്മായിലിനെ കിടത്തിയപ്പോൾ കൊച്ചുകുട്ടിയായ ഇസ്മായിൽ അലൈഹിസ്സലാം ബാപ്പയോട് പറഞ്ഞു, എന്നെ ചെരിച്ചു കിടത്തുക. അങ്ങേക്ക് എന്റെ മുഖം കണ്ടാൽ ഒരു പക്ഷേ അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കാൻ കഴിയാതെ വരും. ഇസ്മായിലിനെ ചെരിച്ചു കിടത്തി ബിസ്മിയും ചൊല്ലി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ വാൾ പൊന്നോമന മകന്റെ കഴുത്തിലേക്ക് നീട്ടുന്നു. ആകാശത്തുള്ള മലക്കുകൾ ഭയവിഹ്വലരായി. ഭൂമിയിലെ പക്ഷിപറവാദികൾ വാവിട്ട് കരഞ്ഞു. അവസാനം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓ ഇബ്രാഹിം, മതി നിർത്തുക. താങ്കളുടെ സ്വപ്നം താങ്കൾ സത്യമായി പുലർത്തിയിരിക്കുന്നു. മഹത്തായ ഒരു പരീക്ഷണത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. ഇബ്രാഹിം നബിക്ക് അതോടെ അല്ലാഹുവിന്റെ സുഹൃത്ത് എന്ന സ്ഥാനത്ത് നൽകപ്പെട്ടു. അല്ലാഹുവിന്റെ മാലാഖ ഇറങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദൈവഭക്തിയിൽ അല്ലാഹു സന്തുഷ്ടനാണെന്നും മകനു പകരം ഈ ആടിനെ ബലിയെ നൽകിയാൽ മതിയെന്ന് അറിയിച്ചു. ഈ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. 400 ഗ്രാം സ്വർണത്തേക്കാൾ കൂടുതൽ സമ്പത്തുള്ള ഓരോ മുസ്ലിമും ബലികർമ്മ നൽകണമെന്നാണ് ഇസ്ലാമിക നിയമം. മഹത്തായ കർമ്മവുമാണ് ഉളുഹിയ്യത്ത് അഥവാ ബലികർമ്മം. ഇത് ഒരാൾ അല്ലാഹുവിനോടുള്ള പരിപൂർണ്ണ സമർപ്പണത്തിന്റെ ലക്ഷണമായാണ് കാണുന്നത്. ഹജ്ജും ബലിപെരുന്നാളും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ധീരോജ്വല ചരിത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. തൗഹീദിന്റെ വഴി ത്യാഗസമ്പന്നനായ ഒരു പിതാവിന്റെയും മകന്റെയും സ്മരണകളാണ് ഇതിലൂടെ ധന്യമാകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ സ്വാലിഹായ അടിമകളിൽ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ആമീൻ.